ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിം. അപ്പം നമ്മുടെ KS കാർഡ് JCയുടെ എക്സാം വരുന്നത് ഫെബ്രുവരി 28-നാണ്. അപ്പം നമ്മൾ ഒരു 50 ദിവസമാണ് നമ്മുടെ മുൻപിലുള്ളത് അല്ലേ. ഇനി 50 ദിവസം കൊണ്ട് ആദ്യ 50 റാങ്കിലേക്ക് എത്തുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മുൻപിൽ ഇനി 50 ദിവസങ്ങൾ, വിലപ്പെട്ട 50 ദിവസങ്ങളാണുള്ളത്. ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ഈ 50 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മുഴുവൻ മോഡ്യൂളുകൾ കവർ ചെയ്തുകൊണ്ട്, സിലബസ് കവർ ചെയ്തുകൊണ്ട് ആദ്യ 50 റാങ്കിലേക്ക് എത്താം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു 50 റാങ്ക് എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ KS കാർഡ് അസിസ്റ്റന്റിൻ്റെതും അതുപോലെ JCI, ഇതിന് രണ്ടിനും ഒരൊറ്റ ആളുകൾ, അതായത് ഒരേ ആളുകൾ തന്നെയാണ് ഈ രണ്ട് എക്സാമും എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടുവാനായിട്ട് ഒരേ ആളുകൾ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് ആദ്യ 50-ൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം സേഫ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കേണ്ടത് ആ ടോപ്പ് 10-ലേക്കാണ്. എന്നാൽ 50 വരെയുള്ള റാങ്കുകൾ എന്താണ് ഒരു സേഫ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് ഇനി ഇതുവരെയും പഠിക്കാൻ ആരംഭിക്കാത്തവർക്ക് പോലും ഇനി എന്തുണ്ട്, അവസരമുണ്ട്. ഇനിയുള്ള 50 ദിവസം കൊണ്ട് ടോപ്പിക് ഫുൾ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താം. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസ് കോപ്പറേഷൻ 9 മോഡ്യൂളുകളാണുള്ളത് അല്ലേ. അപ്പം നമ്മുടെ ആദ്യ മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം, എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അങ്ങനെ നമ്മൾ CSEBക്ക് കവർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കേരള ബാങ്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് പഠിച്ച അതേ ടോപ്പിക്കുകൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് റിവൈസ് ചെയ്താൽ മതി. കഴിഞ്ഞ എക്സാമുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ, കട്ട് ഓഫ് മറികടക്കാൻ പറ്റാതെ പോയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള 50 ദിവസം കൃത്യമായി നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് മറികടന്ന് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുവാനായിട്ട് പറ്റും. ഇനി CSEB എക്സാമിൽ നിന്നും ഈ ഒരു എക്സാമിനെ വ്യത്യസ്തമാക്കുന്നത്, നമുക്ക് അക്കൗണ്ടൻസി ഇല്ല, അതുപോലെ കോപ്പറേറ്റീവിലൂടെ ഇൻഡെപ്ത് ആയിട്ട്, അതായത് 110 സെക്ഷനും 201 റൂളുകളും നമുക്ക് പഠിക്കുവാനില്ല. പകരം എന്ന് മാത്രം പഠിച്ചാൽ മതി, ലോയിൽ നിന്ന് ഓഡിറ്റ് എന്നൊരു മോഡ്യൂൾ പഠിക്കാനുണ്ട്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നൊരു മോഡ്യൂൾ പഠിക്കുവാനുണ്ട്, സോഴ്സസ് ഓഫ് ഫണ്ട്. അതായത് 110 സെക്ഷനും 201 റൂളിൽ നിന്നും വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഒരു എക്സാമിന് പഠിച്ചാൽ മതി. ഇനി ബാങ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് 10 മോഡ്യൂളുകളാണ് അല്ലെ. 10 മോഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CSEB എക്സാമിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഡ്യൂളുകൾ, അതായത് നമുക്കിപ്പം നിലവിൽ CSEB എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഡിസംബർ 29 മുതൽ ഫെബ്രുവരി 14 വരെയും നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും എക്സാം ഉണ്ട്. ഇനി KS കാർഡ് അസിസ്റ്റന്റിന്റെ JCയുടെയും എക്സാം വരുന്നത് എന്താണ്, ഫെബ്രുവരി 28. അതായത് നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ ഈ ഒരു ടോപ്പിക്കുകൾ, കോപ്പറേഷൻ ആയിക്കോട്ടെ ബാങ്കിങ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും ചെറിയ വ്യത്യാസം ഉണ്ട്. എന്താണ്? ഇവിടെ നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പം എങ്ങനെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാം? ഒരുപാട് ഉദ്യോഗാർത്ഥികളെ കഴിഞ്ഞ എക്സാമിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വന്നപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയതിന്റെ കാരണം ഈ ഒരു നെഗറ്റീവ് മാർക്കായിരുന്നു. കാരണം നമ്മൾ CSEB എക്സാം ഫോക്കസ് ചെയ്ത് മാത്രം പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, ഒരു കൺഫ്യൂഷൻ, ചെറിയ ആൻസർ അതാണോ എന്നൊരു സംശയത്തിൽ കറുപ്പിച്ചത് നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്, നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു ചോദ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എത്ര മാർക്കാണ്? 1.33 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. തെറ്റിപ്പോയ ഒരു മാർക്കും പോയി, അല്ലാതെ നമ്മൾ ശരിയാക്കിയതിൽ നിന്ന് നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്, 0.33 മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം 9 മോഡ്യൂളുകളിൽ നിന്നും നമ്മൾ 50 മാർക്ക് സ്കോർ ചെയ്യുന്നു. അതുപോലെ തന്നെ 10 മോഡ്യൂളിൽ നിന്നും 40 മാർക്ക്. അങ്ങനെയാണ് നമ്മുടെ സബ്ജക്ട് പാർട്ട് വരുന്നത്. ഏറെക്കുറെ 90 മാർക്കിനാണ് നമ്മുടെ സബ്ജക്ട് വരുന്നത്. IT ആൻഡ് സൈബറിലോ വരുന്നത് 10 മാർക്കിന്. നമുക്കൊരു കൃത്യമായി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എത്രയാണ്, ഒരു 6 മോഡ്യൂളിൽ നിന്നും 10 മാർക്ക്. അപ്പൊ ഇതേ പാറ്റേണിൽ നടന്ന, അല്ലെങ്കിൽ ഇതേ സിലബസിൽ നടന്ന 2 എക്സാമുകൾ നമ്മുടെ മുൻപിലുണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന JCയുടെ എക്സാം, മറ്റൊന്ന് കേരള ബാങ്കിലേക്ക് ക്ലർക്ക് ക്യാഷ് നടന്ന എക്സാം.
ഈ ഒരു എക്സാം പരിശോധിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഇപ്പൊ KS കാർഡിനും JCക്കും അപ്ലൈ ചെയ്തിരിക്കുന്ന അത്രയും ആളുകൾ തന്നെ, ആ ഒരു നമ്പർ ആളുകൾ തന്നെയാണ് എന്ത് ചെയ്തത്, ആ ഒരു എക്സാമും അറ്റൻഡ് ചെയ്തിരുന്നത്. നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വന്നു, കുറച്ചധികം ചോദ്യങ്ങൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കട്ട് ഓഫ് ആയിട്ട് വന്നത് എത്ര മാർക്കായിരുന്നു? JCക്കാണെങ്കിൽ 56 മാർക്കും കേരള ബാങ്കിന് 53. ഈ ഒരു റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. അപ്പൊ ഈ രണ്ട് ലിസ്റ്റിലും എത്ര പേരായിരുന്നു ഉൾക്കൊണ്ടതെന്ന് നമുക്ക് നോക്കാം. JCയുടെ ലിസ്റ്റിലാണെങ്കിൽ ഏറെക്കുറെ 450ഓളം ആളുകളും കേരള ബാങ്ക് ലിസ്റ്റിലാണെങ്കിൽ 900ഓളം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 900ന്റെ നേരെ പകുതിയാണ് JCയുടെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അല്ലെ ആളുകൾ. പക്ഷേ കട്ട് ഓഫ് എങ്ങനെയാണ്? കട്ട് ഓഫ് വെറും 3 മാർക്കിന്റെ വ്യത്യാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എഴുതിയ ആളുകളുടെ എണ്ണവും ഏറെക്കുറെ സെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതേ പാറ്റേണിൽ നടക്കുന്ന ഒരു എക്സാം അല്ലെങ്കിൽ ഇതേ സിലബസിൽ നടക്കുന്ന ഒരു എക്സാം കുറച്ച് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്താൽ മതി, ആ ടോപ്പിക്കുകൾ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഇപ്പൊ ഈ ഒരു ടോപ്പ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഈ ഒരു 450ഉം 900, ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ JCയുടെ കുറച്ച് പേർക്ക് മാത്രമാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത് അല്ലെ. അവർക്കാണ് ഇപ്പൊ അഡ്വൈസ് വന്നത്. കേരള ബാങ്കിന്റെ അഡ്വൈസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്താണ്, അവർക്ക് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്താൽ മതി. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു നിൽക്കുന്ന ആളുകളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി വേണം നമ്മൾ നമ്മുടെ പഠനത്തെ കാണുവാനായിട്ട്. ഇനിയും പഠനം തുടങ്ങാത്ത ആളുകളെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു 50 ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. നമുക്ക് കവർ ചെയ്യാനുള്ള മോഡ്യൂളുകളുടെ എണ്ണം നോക്കിയാൽ ഇവിടെ 9, 10, 19, ഇനി ഒരു 6, അങ്ങനെ ഏറെക്കുറെ 25 മോഡ്യൂളുകളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. നമ്മുടെ കയ്യിൽ 50 ദിവസങ്ങളുണ്ട്. അതായത് കവർ ചെയ്യാനുള്ള മോഡ്യൂളിനേക്കാൾ ഇരട്ടി ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് തയ്യാറെടുക്കാം? ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു മോഡ്യൂൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 25 ദിവസം കൊണ്ട് 25 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് മോഡ്യൂളുകൾ കവർ ചെയ്യുവാനായിട്ട് പറ്റും. ഇനിയും നിങ്ങളുടെ കയ്യിൽ എത്ര ദിവസങ്ങളുണ്ട്? ഇനിയും നിങ്ങളുടെ കയ്യിൽ 25 ദിവസങ്ങളുണ്ട്. നിങ്ങൾ ഒരു മോഡ്യൂൾ കൂടുതൽ സമയം എന്ത് ചെയ്യണം, പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. കാരണം എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ, 50 ദിവസങ്ങളാണുള്ളത്. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ കൂടുതൽ സമയം പഠനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ദിവസം ഒരു മോഡ്യൂൾ കൃത്യമായി കവർ ചെയ്യുക. ആ ഒരു മോഡ്യൂൾ കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങുവാനായിട്ട് പോവുക. ആ ഒരു മോഡ്യൂൾ കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുക. അപ്പൊ ഏറ്റവും പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യ 50 റാങ്ക് തന്നെ ആയിരിക്കണം. ആ ആദ്യ 50 റാങ്കിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലായ കുറച്ച് കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഉറക്കം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് മാറ്റിവെക്കേണ്ടി വരും. നിങ്ങളുടെ യാത്രകൾ നിങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. കാരണം നമുക്ക് ഒരൊറ്റ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലോട്ട് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചെങ്കിൽ മാത്രമാണ് പറ്റുക. അപ്പം 25 ദിവസം കൊണ്ട് നമ്മൾ മുഴുവൻ മോഡ്യൂളുകൾ പഠിച്ചു തീർക്കുന്നു. ഇനിയും നമ്മുടെ കയ്യിൽ 25 ദിവസങ്ങളുണ്ട്. ആ 25 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യുവാനായിട്ടുള്ള സമയമുണ്ട്. 25 ദിവസം കൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് റിവൈസ് ചെയ്യുവാനായിട്ട് സമയമുണ്ട്. അപ്പൊ നിങ്ങൾ ആരും വൈകിയിട്ടില്ല. ഇപ്പൊ ഇതുവരെയും പഠിക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വൈകിയിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുൻപേ ഓടുന്ന ഇപ്പൊ ഒരു മാരത്തൺ ഓട്ടമാണ്, കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻപേ ഓടിയിട്ടുണ്ട്. അതിപ്പം നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ ഒരു നവംബർ മാസം മുതൽ പഠിച്ച ആളുകളുണ്ട്. അവർ ഇത്തിരി മുൻപിലാണ് നിൽക്കുന്നത്. അപ്പൊ അവരോടൊപ്പം നിങ്ങൾ എത്തണമെങ്കിൽ എന്ത് വേണം, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓടേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇപ്പം നവംബറിൽ പഠിച്ചിരിക്കുന്നവരൊക്കെ ഏറെക്കുറെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒപ്പം നിങ്ങൾ എത്തണമെങ്കിൽ കൂടുതൽ സ്പീഡിൽ എന്ത് ചെയ്യണം, മുൻപോട്ട് പോകണം. കൂടുതൽ സ്പീഡിൽ നിങ്ങൾ ഓടണം. കൂടുതൽ സമയം നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്ന സിനിമ കാണാൻ പോകുന്നത്, യാത്രകൾ പോകുന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടുന്നത് ആദ്യ 50 റാങ്കിലേക്കാണ്. അത് നിങ്ങളെ എത്തിക്കുന്നത് എവിടെയാണ്, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്കാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടാവും. CSEB എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റുന്നില്ല, കഴിഞ്ഞ എക്സാമുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ആളുകൾ പുച്ഛിക്കുന്നുണ്ടാവും, പരിഹസിക്കുന്നുണ്ടാവും. അവർക്കുള്ള മറുപടി കൊടുക്കുവാനായിട്ടുള്ള 50 ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പൊ ഈ ഒരു 50 ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒന്ന്, നിങ്ങൾ ടോപ്പിക് സിലബസ് പ്രകാരം കവർ ചെയ്യണം.
രണ്ട് PYQ നമ്മുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞ JCIയുടെയും കേരള ബാങ്കിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ എത്രത്തോളം വന്നു, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നും, അതായത് എത്ര ഡീപ്പായിട്ടാണ് ചോദ്യങ്ങൾ വന്നത്, ആ ചോദ്യങ്ങൾ ഏത് പുസ്തകത്തിൽ നിന്നാണ് വന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റിയുടെ പുസ്തകത്തിൽ നിന്നുമാണ് ഇതിന്റെ ചോദ്യങ്ങൾ കൂടുതൽ വന്നത്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരെ ആൻസർ കീയിൽ എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ PSCയുടെ ഈ ഒരു എക്സാമിൽ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ എക്സാം എഴുതിയവരാണെങ്കിൽ ഒന്നുകൂടി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അന്ന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനേക്കാൾ ഇമ്പ്രൂവ് ആവുകയാണോ ചെയ്തത്, അതോ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോവുകയാണോ ചെയ്തതെന്ന് നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു മോഡൽ എക്സാം. എന്തുകൊണ്ട് മോഡൽ എക്സാമുകൾ അല്ലെങ്കിൽ കൂടുതൽ എക്സാമുകൾ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത്, കൂടുതൽ ആളുകൾക്കും വന്നത് ഒരു പോരായ്മ എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് വന്നു എന്നതാണ്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ തെറ്റുന്ന അവസരം ഒഴിവാക്കുക. അതായത് നമുക്ക് ഒട്ടും അറിയില്ലാത്ത ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എക്സാംസ് കൃത്യമായി എഴുതി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് പറ്റുക. ഇനി ടൈം മാനേജ്മെന്റ്, ഇതാണ് ഏറ്റവും വലിയ ഒരു ഫാക്ടർ. നിങ്ങൾ എക്സാം ഹാളിൽ കയറുമ്പോഴും എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ടോപ്പിക് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങളോട് മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്ത് വേണം, അതൊരു ടൈം മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ജോലി കഴിഞ്ഞ് എത്ര മണിക്ക് നിങ്ങൾ വീട്ടിലെത്തും? ഇപ്പൊ ഒരു 7 മണിക്ക് എത്തുന്നയാൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 8 മണിയാകുമ്പോഴത്തേക്കും പഠിക്കുവാനായിട്ടിരിക്കുകയാണ്. പഠിക്കുവാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ആ സിലബസ് പ്രകാരമുള്ള മോഡ്യൂളുകൾ കവർ ചെയ്യുക എന്നതാണ്. അതിന് നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണം? ഇപ്പൊ കുറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ 2 അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 2 മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മോഡ്യൂളുകൾ കവർ ചെയ്യാം. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതുപോലെ PYQ എക്സാം എഴുതുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മണിക്കൂർ കൂടി മാറ്റി വെക്കാം. അങ്ങനെ ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് സുഖമായി മാറ്റി വെക്കുവാനായിട്ട് പറ്റുമെങ്കിൽ, ഇൻ കേസ് 3 മണിക്കൂർ ഇല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം 50 റാങ്കിലോട്ട് എത്തുവാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റിന് വേണ്ടി നിങ്ങൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എക്സാം ഹാളിലേക്ക് വരുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പം നിങ്ങൾ മോഡൽ എക്സാം എഴുതുമ്പോൾ പോലും ടൈം മാനേജ്മെന്റ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ, കേരള ബാങ്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ പേജിൽ വന്നത് ആകെ 2 ചോദ്യങ്ങളാണ്. അത്രയും വലിയ ഒരു പേജ് 2 ചോദ്യങ്ങൾ. കാരണം സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവിടെ സമയം മാനേജ് ചെയ്തുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആ ഒരു പോരായ്മ ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ മോഡൽ എക്സാമുകൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ്, എക്സാം ഹാളിലെ ടൈം മാനേജ്മെന്റിന് പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അറിയാവുന്ന ആൻസറുകൾ പെട്ടെന്ന് ആൻസർ ചെയ്തു പോവുക. ഇൻ കേസ് ഒന്ന് വായിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ റൗണ്ട് ചെയ്തിട്ടിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ റൗണ്ട് ചെയ്ത ചോദ്യത്തിലേക്ക് വരിക. നിങ്ങൾക്ക് ഒട്ടും അറിയില്ലാത്ത ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്തേക്കുക. കാരണം നെഗറ്റീവ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് പോയേക്കുക. പിന്നെ പൊതുവെ ഏറ്റവും ടോപ്പ് റാങ്കിലോട്ട് എത്തുന്ന ആളുകൾ ചെയ്യുന്ന മറ്റൊരു സൂത്ര വഴിയുണ്ട്. അവരിപ്പോ ഏറെക്കുറെ ഒരു 70-72 സ്കോർ അവർക്ക് ഉറപ്പാണ് എങ്കിൽ ചിലരെന്ത് ചെയ്യും, റിസ്ക് എടുക്കാൻ തയ്യാറാകും. റിസ്ക് എടുക്കാന്ന് വെച്ചാൽ ഇനി അറിയാവുന്ന ചെറിയ കൺഫ്യൂഷൻസ് ഉള്ള ചോദ്യങ്ങൾ അവരെന്ത് ചെയ്യും, ആൻസർ ചെയ്യും. ഇൻ കേസ് അത് ശരിയായി കഴിഞ്ഞാൽ അവർക്ക് 1 മാർക്ക് കിട്ടും. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് 0.33 മാർക്ക് വന്ന് അവർക്ക് നഷ്ടപ്പെട്ട് അവർ 71.66. അപ്പോൾ റിസ്ക് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ രീതിയിലും എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അത് സേഫ് ആണ് എന്ന് തോന്നിയവർ മാത്രമാണ് കൂടുതൽ എന്ത് ചെയ്യുക, റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ചിലരെന്ത് ചെയ്യും, ഭയങ്കര സേഫ് ആയിട്ട് ഇപ്പോൾ എനിക്ക് 72 ഉണ്ട്, കട്ട് ഓഫ് ഈ ഒരു റേഞ്ചിൽ വരില്ല എന്നുള്ള ധാരണയിൽ എന്ത് ചെയ്യും, അവർ അതിനുശേഷമുള്ള നെഗറ്റീവ് അടിക്കാതിരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഒരു ഫാക്ടറാണ്. ഇനിയുള്ള 50 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, പേഴ്സണൽ ഇവാലുവേഷൻ. നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം പേഴ്സണൽ ഇവാലുവേഷൻ ആണ്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ നോളേജ് എത്രയുണ്ട്, നിങ്ങളുടെ ഒരു സിലബസ് പ്രകാരമുള്ള നിങ്ങളുടെ അറിവ് എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക.
ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 20 മാർക്കാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരം പോകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം. ഇൻ കേസ് ഒരു 50 മാർക്കൊക്കെ ഉണ്ട് എങ്കിൽ കുഴപ്പമില്ല, ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്താൽ മതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പം ആദ്യം പറഞ്ഞ പോലെ ഒരു ഇൻഡിവിജ്വൽ ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. മറ്റൊരു കാര്യം, ഐഡന്റിഫൈ വീക്ക് പോയിന്റ്. കഴിഞ്ഞ എക്സാമുകളിൽ നിങ്ങൾക്ക് എവിടെയാണ് മാർക്ക് നഷ്ടപ്പെട്ടത്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പൊ ലോയുടെ ഭാഗം, അതായത് നമ്മുടെ KCS ആക്ടുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് ഉണ്ട്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഉണ്ട്, സോഴ്സസ് ഓഫ് ഉണ്ട്. അവിടെ നിന്നാണോ നിങ്ങൾക്ക്, ഏത് മോഡ്യൂളിൽ നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്തിന് എന്ത് ചെയ്യുക, കൂടുതൽ റിവിഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം. കഴിഞ്ഞ എക്സാമിന് IT ആൻഡ് സൈബർ ലോയിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അതിന് വേണ്ട മുൻഗണന കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം. പൊതുവേ നമ്മൾ കോർപ്പറേഷനും ബാങ്കിങ്ങുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. IT 10 മാർക്കാണ്. ഒരുപാട് ആളുകൾ അത് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ഓർത്തിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IT-യുടേത് കുറച്ച് കൂടുതൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം നിങ്ങളുടെ വീക്ക് പോയിന്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞു. ഇതേ രീതിയിലാണ് നമ്മുടെ ഒരു 50 ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേസ് കാർഡ് അസിസ്റ്റന്റ് JC ഗാദിയൻ വില്ലേജിന്റെ 50 ഡേയ്സ് ബാച്ച് CCയിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ബാച്ച് വരുന്നത്. അപ്പം മോഡൽ എക്സാം ഉണ്ട്, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ട് അതിന്റെ റിവിഷൻ നടത്തുന്ന രീതിയിലാണ് നമ്മുടെ ടൈം ടേബിൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 89 21 44 05 80 എന്ന നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒട്ടും സമയം കളയരുത്, കാരണം നമ്മുടെ മുൻപിലുള്ളത് 50 ദിവസമാണ്. ആദ്യ 50ലേക്കുള്ള 50 ദിവസങ്ങൾ. ഈ 50 ദിവസം കൊണ്ട് നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്ത് റിവൈസ് ചെയ്ത് വളരെ സെറ്റായിട്ട് കോൺഫിഡൻസോടുകൂടി എക്സാം ഹാളിലോട്ട് പോകുവാനായിട്ട് പറ്റും. അപ്പം ആ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങളെ എക്സാം ഹാളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ടീം CC ബാങ്ക് നിങ്ങളുടെ ഒപ്പമുണ്ട്. അപ്പം ഒട്ടും വൈകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളോടൊപ്പം മെന്റർ ആയിട്ടുണ്ടാകുന്നത് ഞാനായിരിക്കും. അപ്പം നമുക്ക് ആദ്യ 50 റാങ്കിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ആ ഗ്രൂപ്പിൽ കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അതിന്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്